അന്ന് പറഞ്ഞിരുന്നില്ലേ തൃക്കടമണ്ണ കാർണിവൽ, ഞങ്ങളിന്ന് അതിനാണ് കേട്ടോ പോണത്. നമ്മൾ വരവൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്കും വരവൊക്കെ അമ്പലത്തിലെത്തി ഓരോരുത്തർ സ്പ്ലിറ്റ് ആയി തുടങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അവിടെ, ഗണപതിയും ശിവനും കാളിയും അയ്യപ്പനും ഒക്കെ. അപ്പം നമ്മൾ നീലൂട്ടൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും ഒന്ന് കൊണ്ടുപോയി. നീലൂട്ടൻ്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏ ഏ ഏ എന്നുള്ള റിയാക്ഷനായിരുന്നു. അവൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞാൻ നല്ല വിദഗ്ധമായി 50 രൂപ കൊടുത്ത് ഗെയിം കളിച്ചിട്ട് 20 രൂപേൻ്റെ ചട്ടിയുമായി ഞങ്ങൾ പോയി. പിന്നെ നീലൂട്ടിന് എന്തെങ്കിലും ടോയ്സൊക്കെ വാങ്ങാം. നീലൂട്ടിന് അത് ഒരു ബസ്സൊക്കെ തൊട്ടിട്ട് എൻ്റെ മുഖത്ത് നോക്കുക, വാങ്ങി തരുമെന്നായിരിക്കും. പിന്നെ അതൊന്നും കളിക്കാനും ആയിട്ടില്ലല്ലോ. പിന്നെ അത് ഈ ഒരു പൂച്ചക്കുട്ടീൻ്റെ ആ ഒരു കിളിക്കോ വാങ്ങി. പിന്നെ നമ്മൾ വെച്ചൊരു റൈഡിൽ കയറ്റാൻ. അങ്ങനെ നമ്മളൊരു സിമ്പിൾ റൈഡാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. നീലൂട്ടൻ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നീലൂട്ടൻ്റെ അടുത്ത റൈഡിലേക്ക് നോക്കി. എന്നാൽ പിന്നെ അതിലൂടെ ഒന്ന് പോയാലോ അമ്മേ. പിന്നെ നമ്മൾ പഴയ കാലത്ത് കിട്ടിയിരുന്ന മുട്ടായിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെയാണ് നമ്മൾ വെടിക്കെട്ട്. നീലൂടിന് ഞാൻ വിചാരിച്ച റിയാക്ഷനേ അല്ലായിരുന്നു കേട്ടോ. ആൾ ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു. കുറേ കളേഴ്സൊക്കെ ഉണ്ടല്ലോ, ആൾ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. പിന്നെ അതാ പുകയും പൊടിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഓടി. പക്ഷെ അപ്പോഴും നീലൂട്ടൻ കണ്ടില്ല, ആകാശത്തേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ആ ഒരു വെടിക്കെട്ടിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതാ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പം ടാറ്റാ.